അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി ഫായിസിന ബിറളില്ലാഹ്. അൽഹംദുലില്ലാ 1997 ജൂൺ 6 വന്നില ശൈഖുന ഉസ്താദുൽ അസാതീദ് ഓക്കെ ഉസ്താദ് നബ്ബറല്ലാഹു മർഖദ വഖദ്ദസല്ലാഹു റസൂലുൽ അസീസ് വനഫഅനാ ബിഉലൂമിഹി വഅസ്റാരി ഫിദ്ദാറൈൻ. മഹാനവറുകളുടെ ഭക്തി നിർഭരമായ പ്രാർത്ഥനയാൽ ആരംഭിച്ച മജ്ലിസ് സഖാഫത്തുൽ ഇസ്ലാമിയ ഇന്ന് കേവലം 118 കുട്ടികളെ കൊണ്ട് 9 സെന്റ് ഭൂമിയിൽ ആരംഭിച്ച ഈ മഹത്തായ സ്ഥാപനം 110 ഏക്കർ വിശാലമായ സ്ഥലത്ത് 25 സ്ഥാപനങ്ങളിലായി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അന്ധവിദ്യാലയം, ബദിര വിദ്യാലയം, മൂകവിദ്യാലയം, ബുദ്ധിമാന്യ പരിചരണ കേന്ദ്രം, യതീംഖാന, ശരീഅത്ത് കോളേജ്, ദഅവ കോളേജ്, ഹിഫ്ളുൽ ഖുർആൻ, ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കേന്ദ്രം, ഇങ്ങനെ തുടങ്ങിയ സ്കൂൾ ഓഫ് ജേർണലിസം, മാജം റിസോഴ്സ് സെന്റർ, ഇങ്ങനെ 25-ലേറെ സ്ഥാപനങ്ങളിലായി 6500 വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മീയതയുടെ അറിവും കനിവുമായി ഒരു വ്യാഴവട്ടത്തിലേക്കെന്ന പ്രമേയവുമായി കഴിഞ്ഞ 2008 ഏപ്രിൽ 3 ലോക പണ്ഡിതനിൽ പ്രമുഖരായ അഷെയ്ഖ് ഹബീബ് ഉമർ തങ്ങൾ ഹഫിളഹുല്ലാഹ് വറഅ മഹാനവറുകളുടെ ഭക്തി നിർഭരമായ പ്രാർത്ഥനകൾ ആരംഭിച്ച എങ്കൗമിയം പ്രകീർത്തനം പ്രശംസ എന്നർത്ഥം വരുന്ന എങ്കൗമിയം പ്രോഗ്രാം വിവിധ ഇനങ്ങളിൽ വിവിധ പദ്ധതികളുമായി അൽഹംദുലില്ലാ ഒരു വർഷം പൂർത്തീകരിച്ച് അതിന്റെ സമാപന സമ്മേളനം ഇന്നലെ മക്ക മുക്കറമയിൽ നിന്ന് മഹാനായ അബ്ബാസ് മാലിക്കി ഹഫിളഹുല്ലാഹ് മഹാനവറുകളിൽ നിന്ന് പതാക ഏറ്റുവാങ്ങി മദീന മുനവ്വറയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോയി അവിടുന്ന് അറബികൾ തന്നെ കൊണ്ടുവന്ന് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് സമസ്തകൾ ജമിയത്തുൽ ഉലമയുടെ സമന്വയ നേതാക്കൾ മഹാനായ സയ്യിദ് അലി ബാഫത്തി തങ്ങൾ, സയ്യിദ് യൂസുഫുൽ ബുഖാരി തങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ പതാക ഏറ്റുവാങ്ങി അൽഹംദുലില്ലാ തെരീമിലെ ചീഫ് മുഫ്തിയായ അഷെയ്ഖ് ഹബീബ് സൈൻ അലി അൽ മഷ്ഹൂർ ഹഫിളഹുല്ലാഹ് മഹാനവറുകൾ വാനിലേക്ക് പതാക ഉയർത്തലോടുകൂടെ സമാരംഭം കുറിക്കുകയായി. അൽഹംദുലില്ലാ ഇന്ന് 4:30 ഘോഷയാത്ര ആരംഭിക്കുകയാണ്. 6 മണിക്ക് ഉദ്ഘാടന സമ്മേളനം നടക്കുകയാണ്. കേന്ദ്ര പ്രവാസികാര്യ മന്ത്രി വയലാർ രവി ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. 8 മണിക്ക് ആത്മീയ സമ്മേളനത്തിൽ സമസ്തകൾ ജമിയത്തുൽ ഉലമയുടെ സമന്വയ നേതാക്കൾ, കേരളത്തിലും പുറത്തുമുള്ള സമന്വിതരായ സാദാത്തുക്കൾ, ആയിരക്കണക്കിന് ഉലമാക്കൾ, മുതഅല്ലിമുകളുടെ നേതൃത്വത്തിൽ സാന്നിധ്യത്തിലായി അൽഹംദുലില്ലാ 10,000 ലക്ഷങ്ങൾ സംഗമിക്കുന്ന പ്രാർത്ഥനാ സമ്മേളനം. ഇൻഷാ അല്ലാഹ് ആയിരക്കണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തോടുകൂടെ അത്യാധുനിക സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഉൾപ്പെടുത്തി വളരെ വിശാലമായ ഗ്രാൻഡ് മോസ്ക്, ഗ്രാൻഡ് മസ്ജിദ് ഇൻഷാ അല്ലാഹ് നാളെ മഹാനായ ശൈഖുന താജുൽ ഉലമാ സി അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളടക്കമുള്ള നിരവധി പണ്ഡിത സാദാത്തുക്കൾ ഉലമാക്കളുടെ അനുഗ്രഹീത നേതൃത്വത്തിലായി നിസ്കാരത്തിന് തുറന്നുകൊടുക്കുകയാണ്. തുടർന്ന് 12-ാം തീയതി വരെ നടക്കുന്ന വിവിധ സിമ്പോസിയങ്ങൾ, സെമിനാറുകൾ, പഠന ക്ലാസുകൾ, ചർച്ചാവേദികൾ, വിവിധ പ്രോഗ്രാമുകളിൽ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ നായകർ, സംസ്ഥാന കേന്ദ്രമന്ത്രിമാർ, അന്താരാഷ്ട്ര വ്യക്തിത്വങ്ങൾ, യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക, ഏഷ്യ എന്നീ വൻകരകളിലുള്ള അന്താരാഷ്ട്ര നേതാക്കളുടെ സാന്നിധ്യത്തിൽ വിവിധ പ്രോഗ്രാമുകൾ നടക്കുകയാണ്. എല്ലാവരെയും ഈ മഹത്തായ സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സംരംഭങ്ങൾ എല്ലാം കേരള മുസ്ലിമീങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത സമസ്തകല്ല സുന്നി യുവജന സംഘത്തിന്റെ അജീയനായ ട്രഷറായി ജമിയത്തുൽ ഉലമായുടെ പ്രസിഡന്റുമാരിൽ മഹാനായി സയ്യിദ് താഹിറുൽ അഹ്ദൽ തങ്ങൾ നബ്ബറല്ലാഹു മർഖദ വഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് മഹാനവറുകളുടെ അനുഗ്രഹീത കരങ്ങളാൽ സ്ഥാപിതമായ മുഹിമ്മാത്തുസ് സുന്നിയ്യ എന്ന് പറയുന്ന ആ മഹത്തായ സ്ഥാപനത്തിലെ പ്രവർത്തകർ അൽഹംദുലില്ലാ muhimmat.com എല്ലാ പ്രോഗ്രാമുകളും കഴിഞ്ഞതും വരാനിരിക്കുന്നതും അപ്പോൾ ലൈവായി തന്നെ
സമൂഹത്തിന് എല്ലാ പ്രേക്ഷകർക്കും സമർപ്പിക്കുകയാണ്. എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഈ മഹത്തായ സംരംഭം അല്ലാഹു തആല എല്ലാ അർത്ഥത്തിലും അല്ലാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ. മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു അജ്റു ഫാഇലിഹി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വചനം ആരെങ്കിലും വല്ല നന്മയും ആർക്കെങ്കിലും അറിയിച്ചു കൊടുക്കുന്നുവെങ്കിൽ അത് ചെയ്തവരുടെ കൂലി അവർക്ക് ലഭിക്കുമെന്നാണല്ലോ. ഈ അർത്ഥത്തിൽ മീഡിയ സമൂഹത്തിന് വലിയ നേട്ടങ്ങൾ ചെയ്തെടുക്കാൻ കഴിയും. ഈ രംഗത്ത് മുഹിമ്മാത്ത് ഈ ചെയ്യുന്ന സേവനം മറ്റ് സ്ഥാപനങ്ങൾക്കും സംഘടനാ ഭാരവാഹികൾക്കും സാരഥികൾക്കും ഒരു മാതൃകയാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളും അല്ലാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ എന്ന ദുആയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.